താണ്. ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ താങ്കൾക്ക് തൃപ്തിയുണ്ടോ? ഇതില് എനിക്ക് ആദ്യം തന്നെ ഇവിടെ ഈ മതേതരം എന്നുള്ളൊരു വാക്ക് റെജി ലൂക്കോസ് ഉപയോഗിച്ചതില് ഒരു മാന്യനായ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല, ശ്രീ അനിൽ വിളയിൽ വല്ലാണ്ട് അസ്വസ്ഥനായിട്ട്, സർ അങ്ങനെ പറയരുത്. ശബരിമല ഒരു മതേതര ക്ഷേത്രം തന്നെയാണ്. ഞാനും റെജി ലൂക്കോസും എല്ലാ ചർച്ചയിലും എതിരാണ്. കാരണം ക്ഷേത്രമാണ് ശബരിമല. താങ്കളല്ല പറഞ്ഞിരിക്കുന്നത്, താങ്കൾക്ക് മുൻപ് സംസാരിച്ച വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശബരിമല ഒരു മതേതര ക്ഷേത്രമാണ്. കാരണം എനിക്ക് 65 വയസ്സുണ്ട്. ഈ 65 വയസ്സിൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിടത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. പക്ഷേ ശബരിമലയിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, എന്റെ സുഹൃത്തുക്കളായ ഒരുപാട് മുസ്ലിം സഹോദരന്മാരും ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരും ഈ ശബരിമലയിൽ എല്ലാ വർഷവും പോകുന്നത് എനിക്കറിയാം. അപ്പൊ റെജി ലൂക്കോസ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൽ കടിച്ചു തൂങ്ങരുത് ദയവ് ചെയ്തിട്ട്. ഈ ചർച്ച ഒരു മതേതരം അല്ല എന്നുള്ള നിലയിലേക്കല്ല, ഒരു വലിയ കൊള്ളയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മഞ്ജുഷ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഇവിടെ റെജി ലൂക്കോസ് വളരെ ഇതായിട്ട് പറഞ്ഞു, ഒരു ഫ്രോഡ് എങ്ങനെ ഈ ദേവസ്വത്തിന്റെ ഇത്തരം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യത്തക്ക തോതിൽ നുഴഞ്ഞു കയറി. റെജി ലൂക്കോസ് അതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. കാരണം 2016 ശേഷമാണ് ഈ ഫ്രോഡ് ഇതിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ മൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ എവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നതും ക്രയവിക്രയം ചെയ്തിരിക്കുന്നതും. മഞ്ജുഷ് വിശ്വസിക്കുന്നുണ്ടോ ഈ കസ്റ്റഡിയിലായ ശേഷം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ് കസ്റ്റഡിയിലായ ശേഷം അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയുമോ, ഞങ്ങൾ അറിയുമോ? ആരും അറിയാൻ പോകുന്നില്ല. കാരണം അതിനുള്ള ഉദാഹരണമാണ് കരുവന്നൂർ കൊള്ള. 400 കോടി രൂപയുടെ കൊള്ള നടത്തിയിട്ട് ഒരു തെളിവ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉന്നതരെ കൊടുക്കത്തക്ക തോതിൽ ബാക്കി വെക്കാത്ത ഒരു സംസ്കാരം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണം കേരളത്തിൽ നടക്കുമ്പോൾ സ്പ്രിംഗ്ലർ കുംഭകോണം എന്തായി മഞ്ജുഷേ? എന്തെങ്കിലും ഒരു വിവരം പുറത്തു വന്നോ? ആ സംഭവം നടന്നതാണ് എന്നുള്ളത് സ്പ്രിംഗ്ലർ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് സർക്കാർ കുറ്റസമ്മതം നടത്തി. ഇനി ആഴക്കടൽ മത്സ്യബന്ധനം, ആ കേസിൽ എന്തായി? ആ കരാർ റദ്ദ് ചെയ്തു. എന്തെങ്കിലും വിവരം പുറത്തു വന്നോ? കക്കാൻ അറിയുന്നവർക്ക് നിൽക്കാൻ അറിയാമെന്ന് പറയുന്നതാണ് CPMന്റെ നയം. അതുകൊണ്ട് തന്നെ CPM ഈ സംഗതിയിൽ CPMന്റെ ഉന്നത നേതാക്കൾക്കുള്ള എല്ലാ തെളിവുകളും തേച്ചുമാറ്റി കളഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരറ്റുമില്ലാത്ത ഒരു സ്വർണ്ണക്കള്ളനെ പിടിച്ചിട്ട് ഈ അന്വേഷണ സംഘത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇനി ഇവിടുത്തെ ദേവസ്വങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷെ, ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ഈ ശബരിമല ദേവസ്വത്തിലല്ല മഞ്ജുഷെ, എല്ലാ ഹിന്ദു ദേവാലയങ്ങളിലും ദേവസ്വം എന്ന പേരിൽ നടത്തുന്ന ഈ കൊള്ള സംഘം നടത്തുന്നത് അങ്ങേയറ്റം കൊള്ളയാണ്. ശബരിമലയിലെ 2000-ന്റെയും 1000-ന്റെയും നോട്ടുണ്ടായിരുന്ന കാലത്ത് എന്നോട് വളരെ വിശ്വസ്തനായിട്ട് ആ ഭണ്ണാരം എണ്ണുന്നതിൽ പങ്കാളിയായ ഒരു വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയോ? 1000-ന്റെയും 2000-ന്റെയും നോട്ട് ഈർക്കിൽ വണ്ണത്തിൽ ചുരുട്ടാൻ പഠിപ്പിച്ച ശേഷമാണ് അതിൽ പങ്കാളിയാക്കുക എന്ന്. ഈ 2000-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഈർക്കിൽ വണ്ണത്തിൽ ചുരുട്ടി അത് പുറത്തേക്ക് കടത്ത്. ഓർമ്മ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല മഞ്ജുഷിനെ. ഒരു 10 കൊല്ലം മുമ്പ് ഈ ഷോൾ പുതച്ച് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സുഹൃത്തിന്റെ കയ്യിൽ 5 2000-ന്റെ നോട്ടായിരുന്നു. 2000-ന്റെ നോട്ട് നിരോധിക്കുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഇതൊക്കെ ശബരിമല എന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചിട്ട് ദേവസ്വം ബോർഡ് എന്ന കൊള്ളസംഘം നടത്തുന്ന, എന്തിനെ, ഞാൻ ഗുരുവായൂരുകാരനാണ്, മിണ്ടാപ്രാണികളായ ആനയ്ക്ക് നൽകുന്ന പനമ്പട്ട വിതരണം ചെയ്യുന്ന വിതരണക്കാരനുമായിട്ടുള്ള അവിഹിത കരാറുകളിലൂടെ പോലും നമ്മുടെ ഈ ക്ഷേത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഇനി മഞ്ജുഷിന് ഒരു കാര്യം അറിയോ? എൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ. ഏത് സമയത്തും വിധി വരാം. 1 മാസത്തിനുള്ളിൽ വിധി വരും. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 1.5 കൊല്ലം മുമ്പ് ആ കേസ് ഞാൻ കൊടുത്തത് എന്താ വെച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ, സ്വർണങ്ങൾ, വജ്രാഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, ഭൂമി തുടങ്ങിയവയുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശ അപേക്ഷ അയച്ചപ്പോൾ ഇത്ര കിലോ സ്വർണമുണ്ട്, ഇത്ര കിലോ വെള്ളിയുണ്ട്, ഇത്ര ഭൂമിയുണ്ട്, ഇതിന്റെ ഒന്നും മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് മഞ്ജുഷ് 3ാമതായി പറയുന്നു. അന്ന് ഈ വസ്തു, ഇപ്പൊ ഈ നമ്മുടെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആ വസ്തുവിന്റെ മൂല്യം നിർണയിച്ചിരുന്നുവെങ്കിൽ ഇന്നത് ചെമ്പാണെന്ന് പറയാൻ ഇത് മോഷ്ടിച്ചവർക്ക് പറ്റില്ല. ഉദാഹരണത്തിന് അന്ന് ആ ഇതിന് 1.5 കോടി വിലയുള്ള ഒരു പൊതിച്ചിലാണ് ഈ ദ്വാരപാലക ശില്പത്തിന് നടത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇന്ന് അത് കേവലം 45,000 രൂപ വരുന്ന ചെമ്പാണെന്ന് പറയാൻ പറ്റുക?
അപ്പൊ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ മൂല്യനിർണ്ണയം നടത്താതെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ശരിയാണ് ശ്രീ എം കെ ഹരിദാസ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഇതുവരെയുള്ള അന്വേഷണം ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കുകയാണ് പോറ്റിയിലും. അതിനപ്പുറത്തേക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലെ ഇവരെല്ലാം പങ്കാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഭരണസമിതിയാണെങ്കിലും അതിൽ മന്ത്രിമാർ പോലും പങ്കാളികൾ എന്ന് പറയില്ല. അവർക്കൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ. കടകംപള്ളി ആണെങ്കിലും VN വാസവനാണെങ്കിലും. കാരണം ശബരിമലയുടെ പേരിൽ ബേനി നടിച്ചവരാണ് ഇവരൊക്കെ. കേരളത്തിന് പുറത്തുള്ള ഓരോരുത്തരുടെയും നാളിലെ അവർക്ക് പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പ്രസാദം അയച്ചു കൊടുക്കുന്ന ഒരു ലോബി ശബരിമലയിലും ഗുരുവായൂരും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുള്ളവർക്ക്. ഇതൊക്കെ ഇവിടുത്തെ ഈ ദേവസ്വം വിജിലൻസിന് കൃത്യമായിട്ട് അറിയാം. അതായത് 4 പൂവും കുറച്ച് ചന്ദനവും കൂട്ടിയിട്ട് ഒരു പാർസൽ അയക്കുന്നതിന് 1000 രൂപയാണ് ഒരു